അതോടൊപ്പം തൻ്റെ ജീവിതവ്രതമായിരുന്ന മാനവ സേവനത്തിനുതകുന്ന സ്ഥാപനങ്ങളും ഇന്ന് പൊത്തംപുറത്ത് തല ഉയർത്തി നിൽക്കുന്നു. കോട്ടയം ഭദ്രാസനത്തിന്റെ ചുമതല ഏറ്റെടുത്ത ഗ്രിഗോറിയോസ് എപ്പിസ്കോപ്പ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത് പരിശുദ്ധ പാമ്പാടി തിരുമേനി എന്ന പേരിലാണ്. അദ്ദേഹം പാമ്പാടി മാർ കുറിയാക്കോസ് ദയറായുടെ പരിമിതികൾക്കുള്ളിൽ തന്നെ താമസം തുടർന്നു. ഭരണത്തേക്കാൾ അധികം പ്രാർത്ഥനയിലും മാനവ സേവനത്തിലുമായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് താൽപ്പര്യം. ജാതി മതഭേദമന്യേ എല്ലാവരെയും അദ്ദേഹം ഒരുപോലെ കണ്ടു. കുഷ്ഠരോഗികളെ പോലും അദ്ദേഹം വാരിപ്പുണർന്നു. കോട്ടയം ഇടവക മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ വിശാലമായ ഭദ്രാസന ഭരണത്തോടൊപ്പം മലങ്കര സഭയുടെ പൊതുകാര്യങ്ങളിലും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിന്നു. ഭൗതിക സമ്പത്തിൽ താൽപ്പര്യമില്ലാതിരുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ് 1935 ആദ്യ കാതോലിക്കേറ്റ് നിധി സംഭരണത്തിന്റെ കൺവീനറായി സേവനമനുഷ്ഠിച്ചത്. ഒരിടത്തും ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ലളിത ജീവിതവും ഉയർന്ന ചിന്തയുമുള്ള പരിശുദ്ധ പാമ്പാടി തിരുമേനിക്ക് നിർബന്ധമായിരുന്നു. തിരുമേനിക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്താണ് സാധാരണ പോകുന്നത്. ബെഡ്, കാപ്പക്കൂട്ടങ്ങൾ, അതുപോലെ ഉപയോഗിക്കുന്നുള്ള കിണ്ടികോളാമ്പികൾ, ഇതൊക്കെയും സാധാരണ കൊണ്ടുപോകുമായിരുന്നു. പെരുന്നാളിൻ്റെ തലേ ദിവസം പോയി പിറ്റേ ദിവസം പെരുന്നാൾ ചടങ്ങ് കഴിഞ്ഞ് പോരും. എന്നാൽ കൺവെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നിലയ്ക്കപ്പള്ളിയിലും അതുപോലുള്ള പള്ളികളിലൊക്കെയുള്ള കൺവെൻഷനിൽ ആ കാലത്ത് ഒരാഴ്ചയൊക്കെ താമസിക്കുമായിരുന്നു. അതുപോലെ സമുദായ കേസിൻ്റെ പണപ്പിരിവിന് യാത്ര പോയാൽ അത് ചിലപ്പം മാസങ്ങൾ വരെ നീണ്ടുപോകാറുണ്ടായിരുന്നു. പ്രത്യേക ചുട്ടകളൊന്നും തിരുമേനി ഭക്ഷണത്തെ സംബന്ധിച്ച് സ്വീകരിച്ചിരുന്നില്ല. സാധാരണ ഭക്ഷണങ്ങൾ, സാധാരണ ദിവസങ്ങളാണെങ്കിൽ രാവിലെ കാപ്പിയും ചെറിയ എന്തെങ്കിലും ഭക്ഷണവും, അത് കഴിഞ്ഞാൽ 12 മണിക്ക് പള്ളിയിൽ ഉച്ചപ്രാർത്ഥന കഴിഞ്ഞ് വന്നിട്ട് ചോറും സാധാരണ കറികളും മാത്രമാണ് പ്രിയപ്പെട്ടിരുന്നത്. പ്രത്യേക ഭക്ഷണത്തെപ്പറ്റി തിരുമേനി ആഗ്രഹിച്ചിരുന്ന ആളല്ല. നോമ്പ് കാലങ്ങളിൽ ഉച്ച നമസ്കാരത്തിനും അതുപോലെ 22 നമസ്കാരം കഴിഞ്ഞിട്ടാണ് തിരുമേനി സാധാരണ എന്തെങ്കിലും വെള്ളം കുടിക്കുകയും വല്ല പുട്ടോ അതുപോലുള്ള ചെറിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലും അല്പം കഴിക്കുകയും ചെയ്യുമായിരുന്നു. നോമ്പ് കാലങ്ങളിൽ വൈകിട്ട് സന്ധ്യയ്ക്ക് മാത്രമേ കഞ്ഞി കുടിക്കുള്ളായിരുന്നു. ജീവനും രാജ്യ മസിഹായെ സ്നേഹിച്ചോരേ യോഗ്യന്മാരാ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ കൽപ്പിച്ചിട്ടും. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പ്രാർത്ഥനയുടെ ശക്തി അപാരമായിരുന്നു.
ഉപവാസത്തോടെ ഹൃദയം നുറുങ്ങി കണ്ണീരോടു കൂടിയുള്ള ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയേറിയതായിരുന്നു. രോഗികളും ആലംബഹീനരും അനാഥരും കുട്ടികളില്ലാത്തവരും ആ പ്രാർത്ഥനാ സഹായം അർത്ഥിച്ചെത്തി. അവരെ അനുഗ്രഹിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്വാർത്ഥത തീണ്ടാത്ത ആ പ്രാർത്ഥന ദൈവം കേട്ടു. ശരണാർത്ഥികൾ ആശ്വാസം പൂണ്ടു. ഇവയ്ക്ക് മകുടം ചാർത്തിയ സംഭവമായിരുന്നു കുന്നംകുളത്തെ പ്ലേഗ് ബാധ. 1935 കുന്നംകുളം പട്ടണത്തെ പ്ലേഗ് ഗ്രസിച്ചു. അനേകർ മരിച്ചു വീണു. സർവരും ഭീതിയുടെ നിഴലിലായി. അവിടേക്ക് എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് ഈ മനുഷ്യസ്നേഹി കടന്നു ചെന്നു. അവരുടെ ഇടയിൽ താമസിച്ച് അവർക്കായി അവരോടൊപ്പം പ്രാർത്ഥിച്ചു. രോഗികളെ സന്ദർശിച്ചു. ദൈവം അത്ഭുതകരമായി ഈ മാരക പകർച്ചവ്യാധി ഒഴിവാക്കിക്കൊടുത്തു. പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളം ദേശത്തേക്ക് പ്ലേഗ് ബാധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കടന്നു വരികയും ദേവാലയങ്ങളിലെ നിരന്തരമായി പ്രാർത്ഥനകൾ നടത്തുകയും കുന്നംകുളം അങ്ങാടികളിലൂടെ കൊടിയും സ്ലീവായും പിടിച്ച് നടപ്പന്തലിൽ ഒരു പ്രദക്ഷിണം പോലെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് വീടുകളുടെ മുൻപിലൂടെ തിരുമേനി കടന്നു പോകുന്ന ആ ചിത്രം അന്നത്തെ ആളുകൾ പറഞ്ഞ് ഇന്നും ഞങ്ങളുടെ മനസ്സിലത് പച്ച പിടിച്ച് നിൽക്കുന്നു. പാമ്പാടി തിരുമേനി പ്ലേഗിൻ്റെ കാലത്തോടെ വരുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 10-11 വയസ്സേ അന്ന് പ്രായമുള്ളൂ. അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഈ പള്ളിപ്പടിയുടെ നേരെ പറവളപ്പല വീട്ടിലത്തെ ഒരു മകനാണ് അന്ന് ഈ പ്ലേഗ് മരിക്കുകയുണ്ടായത്. അന്ന് ഞങ്ങളെല്ലാവരും സ്കൂളിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് ഇങ്ങനെ ഭയങ്കരമായ സുഹൃത്തുക്കൾ നടന്നിട്ട് ഇവിടെ പെട്ടെന്ന് ആളുകൾ പ്ലേഗിൽ മരിച്ചിരുന്നത്. ആ സമയത്താണ് തിരുമേനി ഇവിടെ വന്നത്. ആ തിരുമേനി ഇവിടെ വന്നിട്ട് ഇവിടെ ധൂപ പ്രാർത്ഥന നടത്തി ഈ വീതികളിൽ കൂടെ എല്ലാം നടന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഇവിടെ വരുമ്പോൾ വലിയൊരു കൂട്ടം ഞാനും അതിൽ കൂടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാര്യങ്ങൾ ചെറുപ്പമായതുകൊണ്ട് മുഴുവൻ എനിക്ക് വ്യക്തമായിട്ടിപ്പോൾ പറയാനായിട്ട് കഴിയില്ല. എങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ തിരുമേനി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഭയങ്കരമായൊരു ജനകൂട്ടം ഈ ലോകത്തൊന്നും ഭയപ്പെടാതെ തിരുമേനിൻ്റെ കൂടെ എപ്പോഴും വന്നിരുന്നു. തിരുമേനി വന്ന് ഈ ധൂപപ്രാർത്ഥന നടത്തി. അങ്ങനെ ഈ പള്ളിയുടെ ആ തട്ടിൻ്റെ മുകളിലുള്ള റൂമിലാണ് താമസിച്ചിരുന്നത്. അങ്ങോട്ട് കയറി പോകുമ്പോൾ പട്ടക്കാരോടും ശുശ്രൂഷക്കാരും കൂടെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും പ്രത്യേകമായിട്ട് കരുതുകയും ചെയ്തിരുന്നു. തിരുമേനിനെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ട സമയത്തൊക്കെയും തിരുമേനിക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുത്താലേ എൻ്റെ മക്കൾ എനിക്കിപ്പോൾ ഒന്നും തരണ്ട, നിങ്ങൾക്കാണ് ഞാൻ തരേണ്ടതെന്ന് പറഞ്ഞിട്ട് തിരുമേനി ഞങ്ങളെ നിർബന്ധിക്കും. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചാൽ മാത്രമേ തിരുമേനി എന്തെങ്കിലും മേടിക്കാറുള്ളൂ. എന്നാൽ പലപ്പോഴും എന്തെങ്കിലും തരാതെ ഞങ്ങളെ അയക്കുന്ന തിരുമേനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഒരു പഴയെങ്കിലും തന്നിട്ട് നിർബന്ധിച്ച് മേടിച്ചിട്ടേ പോയുള്ളൂ. അതിനുശേഷം എൻ്റെ ജീവിതകാലത്ത് പലപ്പോഴും ഞാൻ പാമ്പാടിയിൽ വന്ന് തിരുമേനിൻ്റെ അടുത്ത് എൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെന്നിട്ടുണ്ട്. ഞാൻ ചെന്നുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം എനിക്ക് തിരുമേനിൽ കൂടെ നടത്തി തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ഇടവകയിൽ, പ്രത്യേകിച്ച് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവക, അതൊരു ഗ്രാമപ്രദേശമാണ്. ആ ഇടവകയിലെ ദേവാലയവും ദേവാലയത്തോട് ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ താമസമൊക്കെ ഉണ്ടെങ്കിലും അവിടെ വെള്ളം ലഭിക്കാൻ വളരെ പ്രയാസമായിരുന്നു. ആ ദേവാലയത്തിൻ്റെ പരിസരത്ത് 3-4 കിണറുകൾ കുഴിപ്പിച്ചെങ്കിലും വെള്ളമില്ലാതെ എല്ലാവരും പ്രയാസപ്പെടുന്നൊരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പരിശുദ്ധ പാമ്പാടി തിരുമേനി കുന്നംകുളത്ത് എഴുന്നള്ളി എന്ന് കേട്ടപ്പോൾ എൻ്റെ സ്വന്തം ഇടവകയിലെ എൻ്റെ പൂർവികന്മാരെ ഇക്കാര്യം പാമ്പാടി തിരുമേനി ചെന്ന് അറിയിക്കുകയും തിരുമേനി പറയുന്നിടത്ത് ഒരു കിണർ കുഴിക്കണമെന്ന് അവരെ ആലോചിച്ച് നിശ്ചയിക്കുകയും ചെയ്തു. തിരുമേനിയെ ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. തിരുമേനി പള്ളി അകത്ത് വന്നു, ലുത്തിനിയ കഴിച്ചു, പ്രാർത്ഥിച്ചു, പുറത്തോട്ടിറങ്ങി കുറേ ആ നടപ്പന്തലിൻ്റെ കീഴിൽ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടന്ന് ഒരു പ്രത്യേക സ്പോട്ടിൽ വന്നപ്പോൾ അവിടെ തിരുമേനി നിന്നു. എന്നിട്ട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക ഒരു സ്ഥാനം തിരുമേനി കാണിച്ചു. അവിടെ അത് കിണർ ഒരു കുറ്റി അടിച്ച് ആ കിണറിൻ്റെ സ്ഥാനം കാണിക്കുകയും ചെയ്തു. അവിടെ തിരുമേനി പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ: മക്കളെ, ഉരുണ്ട് വരണ്ട് വെള്ളം ഉണ്ടായിക്കൊള്ളും, നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ലഭിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് ദേവാലയത്തിൽ കടന്നു വന്നു. ഇതിന് ശേഷം അവിടെ കിണർ കുഴിച്ചു. 40-45 അടി താഴ്ച ചെന്നപ്പോൾ കരിങ്കൽപ്പാറ, വിരിച്ച കരിങ്കൽപ്പാറ ആണ് ആ കിണറിലെ കണ്ടത്. എല്ലാവരും ദുഃഖിതരായി. വെള്ളമില്ല, ആ പരിശുദ്ധൻ കാണിച്ച സ്ഥാനത്തും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ ജനങ്ങളെ വളരെയധികം നിരാശരാക്കി. പക്ഷേ ആ സമയത്ത് അവസാനത്തെ ദിവസം ജോലിക്കാരെ പണി അവസാനിപ്പിച്ച് അവിടെ നിന്ന് പോയതിന് ശേഷം അതിനടുത്ത് ഒരു കാപ്പിക്കട നടത്തിയിരുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നാണ്. അദ്ദേഹം ആ കിണറിൻ്റെ ചുറ്റും വന്ന് നോക്കി. ഇത്രയും മുനിവര്യനായ ഒരു പിതാവ് കിണറിൻ്റെ സ്ഥാനം കണ്ട് വെള്ളമില്ലല്ലോ, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കിണറ്റിൻ്റെ അടിയിലേക്ക് ഒരു കയറിലൂടെ ഇറങ്ങിപ്പോയി. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരുമ്പ് കൊണ്ട്, ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഇളവാങ്ക് എന്ന് പറയുന്ന ഒരു ആയുധവും കൊണ്ടാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇറങ്ങി ആ കരിങ്കൽ പാറമേൽ മുഴുവനും ഇങ്ങനെ ധാരാളം ശബ്ദമുണ്ടാക്കി അതിൻ്റെ അവിടെയൊക്കെ നടന്ന്. പക്ഷെ ഒരിടത്ത് അദ്ദേഹം അതുകൊണ്ട് ഒരു ഇടി കൊടുത്തപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ കല്ലിൻ്റെ അംശം, വളരെ ചെറുത്, അവിടെ നിന്നത് അടർന്ന് വീഴുകയും അതിലൂടെ വെള്ളം ധാരാളമായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. കിണറ്റിനകത്ത് നിന്ന് തന്നെ മനുഷ്യൻ വിളിച്ചു പോവുകയും വേഗം പുറത്തോട്ട് കിണറ്റിൻ്റെ മുകളിലേക്ക് കയറി വന്ന് ദേവാലയത്തിൽ മണിയടിച്ച് ആളുകൾ അവിടെ ധാരാളം തടിച്ചുകൂടി. അങ്ങനെ ഒരു സംഭവം, അത് ഒരു ബാലനായിട്ട് ഞാനും പങ്കെടുത്തത് ഓർക്കുന്നുണ്ട്. ഇന്നും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കുന്നംകുളത്തുകാർ പ്രതിവർഷം പാമ്പാടി ദേറായിലെത്തുന്നു. കുന്നംകുളത്തുകാർ മാത്രമല്ല, ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അനേകായിരങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ തിരുസന്നിധിയിലെത്തുന്നു. ആ പുണ്യവാന്റെ പ്രാർത്ഥനാ സഹായങ്ങൾക്ക് നേർച്ച കാഴ്ചകളോടെ നന്ദി പറയാൻ, വീണ്ടും പ്രാർത്ഥിക്കാൻ. സന്നിധിയിൽ